റമദാനൊക്കെ വരികയാണ്. ഹിലാലിന്റെ വിഷയം, മാസപ്പിറവിന്റെ വിഷയം. മാസപ്പിറവിന്റെ വിഷയം അല്ലേ, ഇജ്തിഹാദിയ മസലയല്ലേ. അപ്പൊ നമ്മളെന്തിനാണ് പരസ്പരം ഇങ്ങനെ വിമർശിക്കുന്നത് എന്നൊരു ചോദ്യം പല ആളുകളും ചോദിക്കുന്നുണ്ട് അല്ലേ. അവര് അവിടെ സൗദിന്റെ കൂടെ ആഘോഷിച്ചോട്ടെ, നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ നാട്ടുകാരുടെ കൂടെ ആഘോഷിക്കാം അല്ലേ. അങ്ങനത്തെ ഒരു മസലയല്ലേ മാസപ്പിറവിയുടെ മസല. ഇജ്തിഹാദിയ മസലയാണോ? പഠിക്കണം നമ്മൾ. ഇജ്തിഹാദിയ മസലയാണോ? ആണോ എന്ന് ചോദിച്ചാൽ ആണ്. ഇജ്തിഹാദിയ മസലയാണ് മാസപ്പിറവിയുടെ മസല. മാസപ്പിറവിയുടെ മസല ഇജ്തിഹാദിയ മസലയാണ്. അപ്പൊ എന്താ വിഷയം? അത് നമുക്കിങ്ങനെ നാട്ടിലങ്ങനെ സൗദിന്റെ കൂടെ ഇന്നത്തെ നമ്മുടെ സാഹചര്യത്തിലൊക്കെ നമുക്കിങ്ങനെ ആഘോഷിക്കുന്നതിൽ തെറ്റൊന്നുമില്ലേ? ഇല്ല. വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണത്. എന്ന് വെച്ചാൽ ഒരു മസല നമ്മൾ പറഞ്ഞു, ഒരു കാര്യം ഇജ്തിഹാദി മസല ആവുന്ന ബാബിക്ക് നമ്മൾ പറഞ്ഞു, രണ്ട് ഭാഗത്തുള്ള ദലീലുകളുടെ ഖുവ്വത്ത് ഒരുപോലെ ആവാന്നുള്ളതാണ്. പക്ഷേ ഒരു കാര്യത്തെ, ഒരു മസലയെ, ഇജ്തിഹാദിയായ ഒരു മസലയെ അങ്ങനെ അല്ലാതാക്കുന്ന ചില ഘടകങ്ങളുണ്ട്. വളരെ ശ്രദ്ധിക്കണേ. ആ മസല ഇജ്തിഹാദി അല്ലാതാവൂല, അതല്ല ഉദ്ദേശിക്കുന്നത്. അതിനനുസരിച്ച് അമല് ചെയ്യുന്നത് പാടില്ലാത്തതാക്കുന്ന ചില ഘടകങ്ങളുണ്ട്. ഒരു കാര്യം ഇജ്തിഹാദിയാണെങ്കിൽ അവൻ അതും ചെയ്യാം, എനിക്കിതും ചെയ്യാം. അങ്ങോട്ടും ഇൻകാർ പാടില്ല, ഇങ്ങോട്ടും ഇൻകാർ പാടില്ല. പക്ഷേ ചില കാര്യങ്ങൾ എന്ത് ചെയ്യും, ചില ഘടകങ്ങൾ ഒരു ഇജ്തിഹാദിയ മസലയ്ക്കനുസരിച്ച് അമല് ചെയ്യുന്നത് പാടില്ലാത്തതാക്കും. അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണെന്ത്? സലഫിയത്തനുസരിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കിടയിൽ ഫുർഖത്ത് ഉണ്ടാവുക എന്നുള്ളത്. സലഫിയത്തനുസരിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കിടയിൽ ഫുർഖത്ത് ഉണ്ടാവുക. അങ്ങനെ ഫുർഖത്ത് ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് ഇജ്തിഹാദിയ മസലയാണെങ്കിലും അതനുസരിച്ച് അമലാക്കാൻ പാടില്ല എന്നുള്ളത് ഇത്തിഫാഖുള്ള വിഷയം. പക്ഷെ അങ്ങനെ അമലാക്കുന്നത് ഹറാമാണ്. ശ്രദ്ധിക്കണേ. മസാല ഇജ്തിഹാദിയാണ്. വളരെ നമ്മൾ ശരിക്കും പഠിക്കണത്. ഇത് രണ്ടും കൂട്ടിക്കുഴഞ്ഞിട്ടാണ് പല ആളുകൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് എത്ര കൊല്ലം പെരുന്നാൾ നോമ്പ് വന്നാലും പിന്നെ ആ ആശയക്കുഴപ്പത്തിൽ തന്നെ. കാരണം എന്താ? ഇത് രണ്ടും കൂടിക്കലർന്നിട്ട് പഠിച്ചിട്ടുള്ളത്. രണ്ടും വേറെ തന്നെ പഠിക്കണം. മസാല ശരിക്കും എന്താ? ഇഖ്തിലാഫുൽ മത്താലി എന്നുള്ള മസാല. എല്ലാ മത്താലികൾ തമ്മിലുള്ള വ്യത്യാസം പരിഗണിക്കേണ്ടതുണ്ടോ വേണ്ടയോ എന്നുള്ള മസാല. ആ മസാല ഇജ്തിഹാദിയ മസാലയാണ്. പക്ഷെ ആ മസാല കൊണ്ട് അമലാക്കുന്നിടത്ത് ഈ ഒരു തടസ്സം അവിടെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ പോട്ടെ, ഇജ്തിഹാദിയ മസാല പോട്ടെ, ഇജ്തിഹാദിയ അല്ലാത്ത മസാലകൾ പോലും, ഖിലാഫ് ഇല്ലാത്ത വിഷയങ്ങൾ നടപ്പിലാക്കുന്നതിൽ പോലും ഈ ഒരു വിഷയം, ഫുർഖത്തിന്റെ വിഷയം വരുന്നുണ്ടെങ്കിൽ പാടില്ല എന്നാണ്. ഏതൊഴിച്ച്? വാജിബ് പ്രവർത്തിക്കുന്നതും ഹറാം ഒഴിവാക്കുന്ന ഒഴിച്ച്. അവിടെ എന്ത് ചെയ്യണ്ട? ഫുർഖത്ത് നോക്കേണ്ട ആവശ്യമില്ല. അവിടെ ഫുർഖത്ത് നോക്കണം. പക്ഷെ അതല്ലാത്ത വിഷയങ്ങളിലൊക്കെ അവിടെ എന്ത് ചെയ്യണം? അവിടെ ഫുർഖത്ത് ഒഴിവാക്കലാണ് എന്ത്? വാജിബ്, നിർബന്ധം. ഫുർഖത്ത് ഒഴിവാക്കലാണ് നിർബന്ധം. അത് ഏറ്റവും എളുപ്പത്തിൽ ഈ പറയുന്ന കാര്യങ്ങൾ, ഏറ്റവും ചുരുങ്ങിയ വാക്കുകൾ, ഏറ്റവും എളുപ്പമുള്ള വാക്കുകൾ ആര് വിശദീകരിക്കുന്നുണ്ട്? ഇബ്നു ബാസ് റഹിമഹുള്ള വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത്, ആരാണ്? സുഡാനിൽ നിന്ന് ഒരാള് ചോദിക്കുകയും മാസപ്പറയുടെ വിഷയം ചോദിക്കുമ്പോൾ അദ്ദേഹം അതിന് മറുപടിയായിട്ട് പറയുന്ന ഫത്വയിൽ വളരെ വ്യക്തമായിട്ടാണ്, വളരെ സിമ്പിളായിട്ട് അദ്ദേഹം പറയുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം ഏത് ഹദീസാണ്? അസ്സൗമു യൗമ തസൂമൂൻ വൽ ഫിത്റു യൗമ തുഫ്തിറൂൻ, അതുപോലെ തന്നെ അൽ ഫിത്റു യൗമ യുഫ്തിറുൻ നാസ് വൽ അദ്ഹാ യൗമ യുളഹിൻ നാസ് എന്നുള്ള ഹദീസ്. ഈ ഹദീസ് വിശദീകരിച്ച് അദ്ദേഹം പറയുന്ന വാക്ക് വളരെ ശ്രദ്ധിക്കണം. വളരെ സിമ്പിളാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ ദീനിൽ എന്ന് പറഞ്ഞാൽ മൊത്തം ദീൻ എന്ന് പറഞ്ഞാൽ എളുപ്പമാണ്. ദീന് മൊത്തം എളുപ്പമാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ അത്രയും പ്രയാസമുള്ള മസലകൾ ദീനിൽ വളരെ കുറവാണ്.
മനസ്സിലാക്കാൻ പ്രയാസമുള്ള, പഠിച്ചെടുക്കാൻ അങ്ങേയറ്റം ബുദ്ധിമുട്ടുള്ളതായ മസാലകൾ ദീനിൽ വളരെ കുറവാണ്. ഇത് അങ്ങേയറ്റം എളുപ്പമുള്ള മസാല, വളരെ എളുപ്പമുള്ള ഒരു മസാല. അദ്ദേഹം പറയുന്നത് ശ്രദ്ധിക്കണേ. ഈ ഹദീസ് പറഞ്ഞിട്ട് അദ്ദേഹം പറയണം വകുല്ലുഹ ഹദീസ് സ്വഹീഹ. ഈ രണ്ട് ലഫ്സും സ്വഹീഹ. ഫൈദ സ്വാമൽ മുസ്ലിമൂന അല്ലദീന അൻത ബൈനഹും സുംതമാഹും. ഫൈദ സ്വാമൽ മുസ്ലിമൂന അല്ലദീന അൻത ബൈനഹും. നീ ഏത് മുസ്ലിമീങ്ങൾക്കിടയിലാണോ ജീവിക്കുന്നത് അവരെന്നാണോ നോമ്പെടുക്കുന്നത് നീ നോമ്പെടുത്തു. അത്രേ ഉള്ളൂ. അവരെപ്പോഴാണോ നോമ്പെടുക്കുന്നത് നീ അപ്പം നോമ്പെടുത്തു. വൈദ അഫ്തറു അഫ്തർത്തമാകും. അവരെപ്പോഴാണോ പെരുന്നാൾ ആഘോഷം അപ്പൊ നീ പെരുന്നാൾ ആഘോഷം. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള മസാലയാണ്. അദ്ദേഹം തന്നെ പറഞ്ഞു വൽഹംദുലില്ലാഹി അലാ തൈസീരിഹി വതസ്ഹീരിഹി. ഈ വിഷയം ഇത്രയും എളുപ്പമാക്കിയ, ഇത്രയും സിമ്പിളാക്കിയ അള്ളാഹുവിനെ സ്തുതി. അൽഹംദുലില്ലാഹ് എന്ന് പറയാം. ഇത്രയും സിമ്പിളായിട്ടുള്ള മസാല. നമ്മൾ നോക്കുക, നമ്മുടെ ചുറ്റുമുള്ള മുസ്ലിമീങ്ങൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും മിനിമം തൗഹീദുമാണ്. ആ തൗഹീദുള്ള ആളുകൾ, നമുക്ക് ചുറ്റുമുള്ള തൗഹീദുള്ള ആളുകൾ, മുവഹിദീങ്ങൾ, അവരെപ്പോഴാണ് നോമ്പെടുക്കുന്നത്? എപ്പോഴാണ് റമദാൻ ഒന്നായിട്ട് അംഗീകരിക്കുന്നത്? നോമ്പ് തുടങ്ങുന്നത് എപ്പോഴാണ്? അപ്പൊ നമ്മൾ നോമ്പ് ആരംഭിക്കാം. നമുക്ക് ചുറ്റുമുള്ള മുസ്ലിമീങ്ങൾ, മുവഹിദീങ്ങൾ എപ്പോഴാണ് പെരുന്നാൾ ആഘോഷിക്കുന്നത്? അപ്പൊ നമ്മൾ പെരുന്നാൾ ആഘോഷിക്കും. ഇത്രയേ ഉള്ളൂ. ഇത്രയും സിമ്പിളായ മസാല. അപ്പൊ നമുക്ക് ചുറ്റുമുള്ള മുസ്ലിമീങ്ങൾ, അതായത് മുവഹിദീങ്ങൾ എന്ന് പറയുമ്പോൾ തൗഹീദ് ഉണ്ടാകണം. അപ്പൊ തൗഹീദില്ലാത്ത ആളുകൾ നമ്മൾ പരിഗണിക്കേണ്ട ആവശ്യമില്ല. തൗഹീദുള്ള ആളുകളെ നമ്മൾ പരിഗണിക്കുകയും വേണം. അവരെപ്പോഴാണോ നോമ്പെടുക്കാൻ ആരംഭിക്കുന്നത് അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നോമ്പെടുക്കാൻ ആരംഭിക്കും. നമ്മുടെ നാട്ടിലിപ്പോ കഴിഞ്ഞ വർഷമാണെങ്കിലും അതിന് മുമ്പത്തെ വർഷമൊക്കെ ആണെങ്കിലും തൗഹീദുള്ള ആളുകളൊക്കെ ഈ കണക്കനുസരിച്ചിട്ട് അവരെ പരിഗണിക്കേണ്ട ആവശ്യം തന്നെ ഇല്ല. കാരണം എന്താ? അത് പരിഗണിക്കാൻ പറ്റുന്ന ഖിലാഫല്ല. ഇജ്മാനെതിരാവുന്ന ഖിലാഫുകൾ എന്ത് ചെയ്യേണ്ടതില്ല? പരിഗണിക്കേണ്ടതില്ല. അതല്ലാത്ത മുസ്ലിമീങ്ങളെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, മുവഹിദീങ്ങളെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഈ സൗദിന്റെ കൂടെ ആഘോഷിക്കുന്ന ആളുകൾ അല്ലാത്തവരൊക്കെ ഒരൊറ്റ ദിവസമാണ് പെരുന്നാൾ ആഘോഷിക്കും. സൗദിന്റെ കൂടെ ആഘോഷിക്കുന്ന ആളുകളെ മാറ്റി നിർത്തിയാൽ ബാക്കി എല്ലാ മുവഹിദീങ്ങളും ഒരൊറ്റ ദിവസമാണ് പെരുന്നാൾ ആഘോഷിച്ചത്. ആ ഒരു ദിവസം നമ്മൾ എന്ത് ചെയ്യാം? ആ ഒരു ദിവസമാണ് എന്ത് ചെയ്യേണ്ടത്? പെരുന്നാൾ ആഘോഷിക്കേണ്ടത്. ആ ഒരു ദിവസമാണ് നമ്മുടെ നാട്ടിൽ പെരുന്നാൾ ആഘോഷിക്കാൻ പറ്റുന്ന ദിവസം. അതല്ലാത്ത ദിവസം പെരുന്നാൾ ആഘോഷിക്കൽ ഹറാമാണ്, പാടില്ലാത്താണ്. ഇത് മസല ഇജ്തിഹാദിയാണെന്ന് പറയും. പല ആളുകൾ പറയും ഞങ്ങൾ ഇന്ന് ആഘോഷിച്ചു, നിങ്ങൾ നാളെ ആഘോഷിച്ചു. അങ്ങനത്തെ വിഷയമല്ല അത്. ഒരു മസല ഇജ്തിഹാദി ആകുന്നത് ശരി, പക്ഷെ അത് ഇജ്തിഹാദിയായ മസലയെ ഇജ്തിഹാദിയെ നിലനിർത്തുന്ന ചില കാര്യങ്ങളുണ്ട്. അത് പരിഗണിക്കണം. ഇതിപ്പോ നിങ്ങളെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നത് ഈ വിഷയത്തിൽ തന്നെ ഡീറ്റെയിൽ ആയിട്ട് ഇറങ്ങിയതുകൊണ്ടാണ്. ഖസീമില് റസീൽ മിഷാൽ റിയാദി മുതൽ ഇബ്നു ഹുസൈമ റഹ്മുള്ള ശിഷ്യനായ അദ്ദേഹം മുതൽ റിയാദിൽ ഉമർ വരെ അടുത്തിടപഴകാൻ പറ്റിയ ഷെയ്ഖുമാരോടൊക്കെ ഒരു വിരലെണ്ണാൻ പറ്റുന്ന 10ഓളം വരും. ഇവരോടൊക്കെ വിഷയം ചോദിക്കുമ്പോൾ എല്ലാവരും പറയുന്നത് അതല്ലാത്ത ദിവസം പെരുന്നാൾ ആഘോഷിക്കരുതെന്ന് പറഞ്ഞു. പാടില്ല, അത് വലിയ തെറ്റാന്ന് പറഞ്ഞു, ഫിത്നാന്ന് പറഞ്ഞു. ഒരാൾ പോലും ഇവർക്ക് ആർക്കും തമ്മിൽ പരിചയമില്ല. തമ്മിൽ എന്തെങ്കിലും കൂടി ആലോചിച്ചിട്ട് എന്തെങ്കിലും തീരുമാനം പറയുന്നതല്ല. ഓരോരുത്തർ ശിഷ്യന്മാരാണ്. ഓരോരുത്തർ ഓരോ സ്ഥലങ്ങളിലാണ്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കുക, ഇത് പണ്ഡിതന്മാർക്കിടയിൽ ഇത്തിഫാക്കുള്ള വിഷയമാണെന്ത്? ഒരു മസല ഇജ്തിഹാദി ആണെങ്കിലും നമ്മൾ അതിനനുസരിച്ച് അമല് ചെയ്യുമ്പോൾ അവിടെ ഫുർഖത്ത് ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഒരിക്കലും അതുകൊണ്ട് അമല് ചെയ്യാൻ പാടില്ല എന്നുള്ളത് ഇത്തിഫാക്കുള്ള വിഷയമാണ്. അതിനെതിരാവുന്നുള്ളത് ഹറാമാണ്. ഇത് വളരെ സിമ്പിളായിട്ടുള്ള മസലയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അമലാക്കുമ്പോൾ ഇൽമിയായിട്ടുള്ള ഭാഗം ഞാൻ പറഞ്ഞു. അമലാക്കുമ്പോൾ ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് പറഞ്ഞ പോലെ എന്താ? ഫൈദ
സ്വാമൽ മുസ്ലിമൂൻ അല്ലദീന അൻത ബൈനഹും സുംത മഅഹും. നീ ഏത് മുസ്ലിമീങ്ങൾക്കിടയിലാണുള്ളത്, അവർ നോമ്പ് നോക്കുമ്പോൾ നീ നോമ്പ് നോക്കുക. ഇത് അഫ്തറോ അഫ്തർത്തുമോ, നീ അവരെപ്പോഴാണ് നോമ്പ് മുറിക്കുന്നത്, പെരുന്നാൾ ആഘോഷം, അപ്പം നീ എന്ത് ചെയ്യുക, പെരുന്നാൾ ആഘോഷിക്കുക. ഇത്രയും സിമ്പിളായിട്ടുള്ള മസാലയാണ് ഈ ഹിലാലിന്റെ മസാലമാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ശരിക്കും കാര്യങ്ങൾ മനസ്സിലാക്കേണ്ട പോലെ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഇനിയും ചിലപ്പോൾ അടുത്ത വരുമ്പോൾ വീണ്ടും നിങ്ങൾക്ക് ആകെന്താവും, ആശയക്കുഴപ്പമാവും. അതാണോ ശരി, ഇതാണോ ശരി, ഇവരും കുഴപ്പമില്ല അവരും കുഴപ്പമില്ലല്ലോ, പിന്നിപ്പോൾ എന്താ, ഇങ്ങനെയൊക്കെയുള്ള സംശയങ്ങളൊക്കെ ഒഴിവാക്കേണ്ട സമയമായി. എപ്പോഴും നമ്മളിങ്ങനെ ഈ പ്രശ്നത്തിൽ ഈ ശക്കിലും ഈ ബുദ്ധിമുട്ടിലായി നിൽക്കേണ്ട ഒരു കാര്യം, അങ്ങനത്തെ ഒരു ദീനല്ലത്. ഈ ദീന് വളരെ എളുപ്പമാണ്. ഈ ദീന് വളരെ എളുപ്പമുള്ള ദീനാണ്, പഠിക്കാനും അമലാക്കാനും ഒക്കെ. ഇതെല്ലാ കൊല്ലവും ഇത് എന്ത് ചെയ്യട്ടാ, ഈ ആശയക്കുഴപ്പമായിട്ട് ആരും മുന്നോട്ട് പോകേണ്ട ആവശ്യമില്ല. അതിന് മാത്രമുള്ള മസാലയൊന്നും അല്ലത്. വളരെ സിമ്പിളായിട്ടുള്ള മസാല. നമ്മൾ എവിടെയുള്ളത്, ഏത് നാട്ടിലുള്ളത്, ആ നാട്ടിലെ മുസ്ലിമീങ്ങളെ നോക്കുക. നമുക്ക് ചുറ്റുമുള്ള മുസ്ലിമീങ്ങൾ നോക്കുക. ആ മുസ്ലിമീങ്ങൾ എപ്പോഴാണ് നോമ്പെടുക്കും, നമ്മൾ അവരുടെ കൂടെ എന്ത് ചെയ്യും, നോമ്പെടുക്കാൻ തുടങ്ങും. അവരെപ്പോഴാണ് റമദാനെന്നാകുന്നത്, നമ്മൾ എന്ത് ചെയ്യും, റമദാനെന്നാകാൻ തുടങ്ങും. അവരെപ്പോഴാണോ പെരുന്നാൾ ആഘോഷം, ഇപ്പം നമ്മൾ എന്ത് ചെയ്യും, പെരുന്നാൾ ആഘോഷം. അത്രയേ ഉള്ളൂ.